നമസ്കാരം. എഫക്റ്റീവ് പേരൻറ്റിംഗ് എന്നുള്ള വിഷയം വളരെ പ്രധാനമർഹിക്കുന്നതും ഒപ്പം ധാരാളം ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള വിഷയമാണ്. വിജയികളായ മക്കളെ വളർത്തിയ മാതാപിതാക്കൾ അവർ ശ്രദ്ധിച്ച 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പല മാതാപിതാക്കളും അധ്യാപകരുടെ അടുത്തും കൗൺസിലറുടെ അടുത്തും മത ഗുരുക്കന്മാരുടെ അടുത്തും വരാറുണ്ട്. എൻ്റെ മകൻ ശരിയാകുന്നില്ല, അവൻ പറഞ്ഞതനുസരിക്കുന്നില്ല, ഇങ്ങനെ കുറേ പരാതികളുമായി വരാറുണ്ട്. എന്നാൽ മക്കൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കളും തീർച്ചയായും ചെയ്തിരിക്കേണ്ട 7 കാര്യങ്ങളാണ്. 1. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാൻ മക്കളെ പ്രാപ്തരാക്കുന്നവരാണ് ഈ മാതാപിതാക്കൾ. ഉദാഹരണം പറഞ്ഞാൽ ഓരോ പ്രായത്തിലും ഇവർ സ്വന്തമായി ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും. പലപ്പോഴും പല മാതാപിതാക്കളും കുട്ടികൾക്ക് വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. എന്നാൽ മക്കളുടെ ഉത്തരവാദിത്വം, ഓരോ പ്രായത്തിലും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താണ്, അത് എങ്ങനെ നിർവഹിക്കണം തുടങ്ങിയ കാര്യങ്ങൾ, അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഡെയിലി റൂട്ടീൻ ചെയ്യുവാനായി അവരെ പ്രാപ്തരാക്കുന്ന, അവരുടെ കർത്തവ്യങ്ങൾ, അവരുടെ കോസ് അത് ചെയ്യുവാനായി അവരെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളാണ് വിജയികളായ മക്കളുടെ മാതാപിതാക്കൾ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ലിമിറ്റ് ദെയർ സ്ക്രീൻ ടൈം. പലപ്പോഴും പല മാതാപിതാക്കളും ചെയ്യുന്നത് തങ്ങളുടെ കുട്ടികളുടെ കൈവശം ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ ഗെയിമറോ അതല്ലെങ്കിൽ ടെലിവിഷന് മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ വിജയികളായ ആളുകളുടെ മാതാപിതാക്കൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. 18 മാസം വരെ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ സ്ക്രീൻ അവർക്ക് വേണ്ടി നൽകാതെ മാറ്റി നിർത്തുന്നവരായിരിക്കും ഈ മാതാപിതാക്കൾ. 18 മുതൽ 24 മാസം വരെ പ്രായമുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള വീഡിയോ മാത്രമായിരിക്കും കാണിക്കുന്നത്. അപ്രകാരം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് കുട്ടിയെ കാണുവാനായിരിക്കും അനുവദിക്കുന്നത്. വളരെ കുറച്ച് സമയം മാത്രമാണ് അപ്രകാരം അവർ കാണുകയും ചെയ്യുകയുള്ളൂ. 2 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിൽ മാക്സിമം ഒരു ദിവസം 1 മണിക്കൂർ, അതും ഏറ്റവും ഗുണമുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള വീഡിയോ ആണ് അല്ലെങ്കിൽ സ്ക്രീൻ പാറ്റേൺസ് ആണ് ഇവർ കാണുവാനായിട്ട് സാഹചര്യമുണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവർ കാണുന്ന വീഡിയോകൾ അതെന്താണെന്നും അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നും ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുവാനും ഇത്തരം മാതാപിതാക്കൾ ശ്രമിക്കാറുണ്ട്. 6 വയസ്സിന് മുകളിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവരെ ഈ ടി വിയോ മൊബൈലോ ഇൻ്റർനെറ്റോ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് ഏത് സമയമാണ് ഉപയോഗിക്കേണ്ടതെന്നും എത്രമാത്രം സമയമാണ് അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതെന്നും അങ്ങനെ നിയന്ത്രണങ്ങൾ കൂടി, അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ കർത്തവ്യങ്ങളോടും കൂടെ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമായി ഇതിനെ കാണുകയും അപ്രകാരം ഈ മീഡിയയുമായി അല്ലെങ്കിൽ സ്ക്രീനുമായി ഒബ്സസ്ഡ് ആകാതെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു മാതാപിതാക്കളാണ് എഫക്റ്റീവ് പേരൻറ്റിങ്ങിൽ നന്നായി ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ വായിക്കുവാനായി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. സക്സസ്ഫുൾ പേരൻസ് ഓൾവേസ് റീഡ് വിത്ത് ദെയർ കിഡ്സ്. ന്യൂസ് പേപ്പർ ആകട്ടെ, ചെറിയ മാഗസിനുകളാകട്ടെ, വർണ്ണചിത്ര കഥകളാകട്ടെ, ഈ കാര്യങ്ങൾ അവരോടൊപ്പം ഇരുന്ന് വായിക്കുകയും അവരെ വായിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മികച്ച മാതാപിതാക്കൾ. നാലാമത്തെ കാര്യം, പല മാതാപിതാക്കളും കുട്ടികൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അപ്പോൾ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പുകഴ്ത്തുകയും ചെയ്യുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള നല്ല മാതാപിതാക്കൾ ഒരു സമയത്തിന് ശേഷം മാത്രമാണ് കുട്ടികൾക്ക് ഒരു ഗ്രാറ്റിഫിക്കേഷൻ നൽകാറുള്ളൂ. കാരണം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളിലും പ്രോത്സാഹനം കൊടുക്കുന്നെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ കിട്ടാതെ ഒരു കാര്യവും ചെയ്യുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ സമയം കൊടുത്ത ശേഷം മാത്രമേ ഒരു കാര്യങ്ങളിൽ പ്രോത്സാഹനം നൽകുവാൻ പാടുള്ളൂ. 5. പരാജയപ്പെടുവാനായി അനുവദിക്കുക. കുട്ടികൾ നടക്കുമ്പോൾ ചിലപ്പോൾ വീഴും, അവർ കളിക്കാൻ പോകുമ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ പരീക്ഷകളിൽ പരാജയപ്പെടും. അങ്ങനെ വീണാണ് കുട്ടികൾ എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ഓടുന്നതുമെല്ലാം. പക്ഷേ പല മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾ വീഴുന്നതും പരാജയപ്പെടുന്നതും ഒരിക്കലും സഹിക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ കുട്ടികൾ വിജയിക്കണമെങ്കിൽ അവരെ ആദ്യം പരാജയപ്പെടുവാൻ അല്ലെങ്കിൽ പരാജയങ്ങളെ നേരിടുവാൻ പഠിപ്പിക്കണമെന്നുള്ളതാണ്. 6. എൻകറേജ് ദം ടു ട്രാവൽ. യാത്രകൾ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമാജിനേഷനെയും നമ്മുടെ മാനസികവും ഭൗതികവുമായിട്ടുള്ള ലോകത്തെ തുറന്നു തരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുവാൻ, അവരോടൊപ്പം യാത്ര ചെയ്യുക, അവർക്ക് സ്വന്തമായി യാത്ര ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരായിരുന്നു വിജയികളായ മക്കളുടെ മാതാപിതാക്കൾ. 7ാമത്തെ കാര്യം, തങ്ങളുടെ കുട്ടികൾക്ക് ഒരു പാഷനുണ്ട് എന്നും ആ പാഷനെ ചേസ് ചെയ്യുവാനായി അവരെ എൻകറേജ് ചെയ്യുന്നവരുമായിരുന്നു ഇത്തരം മാതാപിതാക്കൾ.
കുട്ടികൾക്ക് ലക്ഷ്യം നൽകുക, അംബിഷൻ നൽകുക, അതിന് പ്രോത്സാഹിപ്പിക്കുക. അവർ ആഗ്രഹിക്കുന്നതും അവർക്ക് വേണ്ടതും എല്ലാം കൊടുക്കുന്നവരല്ല നല്ല മാതാപിതാക്കൾ. പരാജയങ്ങൾ അനുഭവിക്കുവാനും ജീവിതത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയുവാനും അങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കേണ്ടതെന്നും അങ്ങനെയാണ് തങ്ങളുടെ പാഷനെ ചേസ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കി കൊടുക്കുന്ന മാതാവിനും പിതാവിനും മാത്രമേ തങ്ങളുടെ കുട്ടിയെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നാം വിചാരിക്കും അവർക്ക് വേണ്ട എല്ലാ ആഹാരം, കോംപ്ലാനും ഹോർലിക്സും തുടങ്ങിയതായിട്ടുള്ള എല്ലാ പോഷകാഹാരങ്ങൾ കൊടുത്താൽ, അവരെ മികച്ച സ്കൂളിൽ വിട്ടാൽ, അവർക്ക് ധാരാളം പണം കൊടുത്താൽ എല്ലാം കുട്ടികൾ വിജയിക്കുമെന്ന്. എന്നാൽ അത്തരം കാര്യങ്ങളല്ല. അതിന് അപ്പുറമായി നാം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്.